ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 3 എടുത്തുമാറ്റാം ഭാഗം 2. കഥാപുസ്തകം. അമ്മു ബുക്ക് സ്റ്റാളിൽ നിന്ന് കഥാപുസ്തകം വാങ്ങി. 750 രൂപയുണ്ടായിരുന്നു. ഇപ്പോൾ 505 രൂപയായി. അമ്മു വാങ്ങിയ കഥാപുസ്തകത്തിന് എത്ര രൂപയായി? എന്ത് വിലയായി? എങ്ങനെ കാണാം? 750 രൂപയല്ലേ കയ്യിലുണ്ടായിരുന്നത്? അതെ, 750 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോഴത് 505 രൂപയായിരിക്കുന്നു. 750-ൽ നിന്ന് 505 കുറച്ചു നോക്കുക. കുറച്ചു നോക്കൂ. 750 കുറയ്ക്കണം 505. 0-ൽ നിന്ന് 5 പോവുമോ? ഇല്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? 10ന്റെ സ്ഥാനത്തെ 5-ൽ നിന്ന് 1 കടമെടുത്തു. 10 എന്നായി. 10-ൽ നിന്ന് 5 കുറച്ചാൽ 5. 10ന്റെ സ്ഥാനത്ത് 5 ഉണ്ടോ വീണ്ടും? ഇല്ല, 4ആണുള്ളത്. 4-ൽ നിന്ന് 0 കുറച്ചാൽ 4 തന്നെ. 7-ൽ നിന്ന് 5 പോയാലോ? 2 ആണ്. 5ഉം 2ഉമാണ് 7. എത്രയാണ് ഉത്തരം കിട്ടിയത്? 245. അമ്മു വാങ്ങിയ കഥാപുസ്തകത്തിന് 245 രൂപ വിലയായി. അമ്മു 250 രൂപ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഒരു ബാഗ് വാങ്ങി. ഇനി അമ്മുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എങ്ങനെ കാണാം? 505 രൂപയല്ലേ അമ്മുവിൻ്റെ കയ്യിലുള്ളത്. കഥാപുസ്തകം 245-ന് വാങ്ങിച്ചു. അതിനുശേഷം അമ്മുവിൻ്റെ കയ്യിൽ 505 രൂപയാണുള്ളത്. 505 രൂപയിൽ നിന്ന് അമ്മു 250 രൂപ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അതുകൊണ്ടൊരു ബാഗ് വാങ്ങി. ഇനി അമ്മുവിൻ്റെ കയ്യിൽ എത്ര രൂപയാണുള്ളത്? 505 കുറയ്ക്കണം 250. 505-ന് പകരം 500 ആയിരുന്നെങ്കിലോ? 500-ൽ നിന്ന് 250 കുറച്ചാൽ എത്രയാണ്? 250 ആണ് അല്ലേ? 250ഉം 250ഉം കൂട്ടുന്നതല്ലേ 500? അതെ, 500-ൽ നിന്ന് 250 കുറച്ചാൽ 280. നോക്കൂ, 505-ൽ നിന്നാവുമ്പോഴോ? 505-ൽ നിന്ന് 250 കുറയ്ക്കുമ്പോൾ 255. നോക്കൂ, 5-ൽ നിന്ന് 0 പോയാൽ 5 തന്നെയാണ്. 0-ൽ നിന്ന് 5 പോവുമോ? ഇല്ല. അപ്പോഴെന്ത് ചെയ്യും? 100ന്റെ സ്ഥാനത്തെ 5-ൽ നിന്ന് 1 കടമെടുക്കും. 10 ആവും. 10-ൽ നിന്ന് 5 പോയാൽ 5 ആണ്. പിന്നെ 100ന്റെ സ്ഥാനത്ത് 4 ഉള്ളൂ. 4-ൽ നിന്ന് 2 പോയാൽ 2. 255 ആണ്. ഇനി അമ്മുവിൻ്റെ കയ്യിൽ 255 രൂപയാണ് ഉള്ളത്. ബാങ്കിലേക്ക്. പാസ്ബുക്കിൽ 982 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ 227 രൂപയായി. അമ്മുവിൻ്റെ അമ്മ ബാങ്കിൽ നിന്ന് എത്ര രൂപ പിൻവലിച്ചു? എത്ര രൂപയാണ് പാസ്ബുക്കിൽ ഉണ്ടായിരുന്നത്? 982 രൂപയാണ്. ഇപ്പോഴത് 227 രൂപയായി. എത്രയാണ് പിൻവലിച്ചത്? എങ്ങനെ കണ്ടെത്താം? 982 കുറയ്ക്കണം 227. 2-ൽ നിന്ന് 7 കുറയ്ക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോഴെന്താ ചെയ്യുക? 10ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു 10നെ എടുത്ത് 2ന്റെ കൂടെ ചേർക്കും. അപ്പോൾ 12. 12-ൽ നിന്ന് 7 കുറച്ചാൽ 5 ആണ്. 7ഉം 5ഉമാണ് 12. പിന്നെ 10ന്റെ സ്ഥാനത്ത് 5 ഉണ്ടോ? ഇല്ല, 4 ഉള്ളൂ.
4-ൽ നിന്ന് 2 പോയാൽ 2 9-ൽ നിന്ന് 2 കുറച്ചാലോ 7. എത്രയാണ് ഉത്തരം കിട്ടിയത്? 725. അമ്മുവിൻ്റെ അമ്മ ബാങ്കിൽ നിന്ന് 725 രൂപയാണ് പിൻവലിച്ചത്. അരിക്കടയിൽ. അമ്മുവിൻ്റെ അച്ഛൻ അരി വാങ്ങാൻ കടയിൽ പോയി. 25 കിലോ അരിക്ക് 900 രൂപയാണല്ലോ. 763 രൂപയല്ലേ കയ്യിലുള്ളൂ. ബാക്കി അമ്മുവിൻ്റെ ചേട്ടൻ കൊടുത്തു. എത്ര രൂപയാണ് ചേട്ടൻ കൊടുത്തത്? 25 കിലോ അരിക്ക് എത്ര രൂപയാണ്? 900 രൂപയാണ്. അച്ഛൻ്റെ കയ്യിലുള്ളതോ 763 രൂപയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അമ്മുവിൻ്റെ ചേട്ടൻ എത്ര രൂപയാണ് കൊടുത്തത്? എങ്ങനെ കണ്ടുപിടിക്കും? 900-ൽ നിന്ന് 763 കുറയ്ക്കണ്ടേ? വേണം. 900-ൽ നിന്ന് 763 കുറയ്ക്കുക. 0-ൽ നിന്ന് 3-നെ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴെന്താ ചെയ്യുക? 10-ന്റെ സ്ഥാനത്ത് നോക്കും. 10-ന്റെ സ്ഥാനത്തും ഇവിടെ 0 ആണല്ലേ. അപ്പോഴെന്ത് ചെയ്യും? 100-ന്റെ സ്ഥാനത്ത് നോക്കും. 100-ന്റെ സ്ഥാനത്ത് 9 ആണുള്ളത്. 9 100 900. അപ്പോഴെന്ത് ചെയ്യും? 9 100-ൽ നിന്ന് ഒരു 100-നെ നമ്മൾ 10-ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴവിടെ 10 10 ആ 10 10-ൽ നിന്ന് ഒരു 10-നെ നമുക്ക് 1-ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 10-ന്റെ സ്ഥാനത്ത് 9 10 ആവും. 1-ന്റെ സ്ഥാനത്ത് 10 ആവും. 10 1 ആവും. ഇനി കുറയ്ക്കാമല്ലോ. 10-ൽ നിന്ന് 3 പോയാൽ 7. 10-ന്റെ സ്ഥാനത്ത് ഇനി എന്താണുള്ളത്? 9 10 ആണുള്ളത്. 9 10-ൽ നിന്ന് 6 10 പോയാലോ 3 10. 9-ൽ നിന്ന് 6 പോയാൽ 3. ഇനിയോ 100-ന്റെ സ്ഥാനത്ത് 9 ഉണ്ടോ? ഇല്ല. അവിടെ എന്തേ ഉള്ളൂ? 8 ഉള്ളൂ. 8-ൽ നിന്ന് 7 പോയാൽ 1. 900-ൽ നിന്ന് 763 കുറച്ചാൽ 137. അമ്മുവിൻ്റെ ചേട്ടൻ കൊടുത്തത് 137 രൂപയാണ്. ക്രിക്കറ്റ്. അമ്മു ക്രിക്കറ്റ് കളി കാണുകയാണ്. മഴ പെയ്തു. ഇന്ത്യ 160 റൺസേ എടുത്തുള്ളൂ. ശ്രീലങ്ക 280. ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്കൊപ്പം എത്താൻ എത്ര റൺസ് കൂടി വേണം? എങ്ങനെയാണ് കണ്ടെത്തുക? ശ്രീലങ്ക എടുത്തത് എത്ര റൺസാണ്? 250 ആണല്ലേ. ഇന്ത്യയോ 160. ഒപ്പം എത്താൻ ഇനി എത്ര റൺസ് കൂടി വേണം? 250-ൽ നിന്ന് 160 കുറയ്ക്കണ്ടേ? വേണം. 25 10-ൽ നിന്ന് 16 കുറച്ചാലും മതിയല്ലോ. 16 10 കുറച്ചാൽ മതിയല്ലോ. മതി. 25 10-ൽ നിന്ന് 16 10 കുറച്ചാൽ 9 10. 9 10 എന്നാൽ 90. 250 കുറയ്ക്കണം 160. എത്രയാണ്? 90. ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 243 റൺസ് എടുത്തു. എതിർ ടീമിന് 198 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യ എത്ര റൺസ് അധികം നേടി? എത്രയാണ് ഇന്ത്യ എടുത്തത്? 243. എതിർ ടീമോ 198. എത്ര കൂടുതൽ എടുത്തു ഇന്ത്യ? എത്ര റൺസാണ് അധികം നേടിയത്? എന്താണ് ചെയ്യേണ്ടത്? 243 കുറയ്ക്കണം 198. കുറച്ചു നോക്കൂ. 45 എന്ന് ഉത്തരം കിട്ടും. ഇന്ത്യ 45 റൺസാണ് അധികം നേടിയത്. സ്കൂളിലേക്ക്. അമ്മുവിൻ്റെ സ്കൂളിലേക്ക് കൃഷിഭവനിൽ നിന്ന് പച്ചക്കറി വിത്തുകൾ വിതരണത്തിന് കൊണ്ടുവന്നു. 781 പാക്കറ്റ് വിത്ത് ലഭിച്ചതിൽ 373 പാക്കറ്റ് UP ക്ലാസുകൾക്ക് നൽകി. എത്ര പാക്കറ്റ് വിത്താ ലഭിച്ചത്? 781. UP ക്ലാസ്സിന് കൊടുത്തതോ 373 പാക്കറ്റാണ് UP ക്ലാസ്സിന് നൽകിയത്. ഇനി
എത്ര പാക്കറ്റുകൾ ബാക്കിയുണ്ട്? എന്താണ് ചെയ്യേണ്ടത്? ആകെ പാക്കറ്റിൽ നിന്ന് UP ക്ലാസ്സിന് കൊടുത്തത് കുറയ്ക്കണ്ടേ? വേണം. 781 നിന്ന് 373 കുറച്ചു നോക്കുക. എത്ര പാക്കറ്റാണ് ബാക്കിയുള്ളത്? 1 നിന്ന് 3 പോവില്ല. എന്ത് ചെയ്യണം? 10ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു 10നെ കൊണ്ടുവരണം. അപ്പോഴോ 11 എന്നായി. 11ൽ നിന്ന് 3 പോയാൽ 8. പിന്നെയോ 10ന്റെ സ്ഥാനത്ത് ബാക്കി എത്രയാണുള്ളത്? 7 10ആണുള്ളത്. 7ൽ നിന്ന് 7 പോയാൽ 0 ആണ്. 100ന്റെ സ്ഥാനത്തോ 7 ആണ്. 3 ആണ് കുറയ്ക്കേണ്ടത്. 7ൽ നിന്ന് 3 പോയാൽ 4 ആണ്. 4 3 7. 408. ബാക്കി എത്ര പാക്കറ്റാണുള്ളത്? 408 പാക്കറ്റാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളതിൽ നിന്ന് 2, 3, 4, 5 ക്ലാസ്സുകളിലേക്ക് 329 പാക്കറ്റുകൾ നൽകിയാൽ 1-ാം ക്ലാസ്സിന് നൽകാൻ എത്ര പാക്കറ്റുകൾ ബാക്കിയുണ്ടാകും? ബാക്കിയുള്ളത് 408 പാക്കറ്റ് അല്ലേ? അതിൽ നിന്ന് ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് 329 പാക്കറ്റുകളാണ് നൽകേണ്ടത്. 329 പാക്കറ്റുകൾ നൽകിയാൽ 1-ാം ക്ലാസ്സിന് നൽകാൻ എത്ര പാക്കറ്റ് ഉണ്ടാവും? 408ൽ നിന്ന് 329 കുറച്ചു നോക്കണം. എത്രയാണ് കുറച്ചാൽ? 8ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? 10ന്റെ സ്ഥാനത്ത് നോക്കണം. 10ന്റെ സ്ഥാനത്ത് ഇവിടെ 0 അല്ലേ? അപ്പോഴെന്ത് ചെയ്യണം? 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു 100നെ കൊണ്ടുവരണം. 100നെ കൊണ്ടുവന്നു. 10ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. 10 10ആയി അവിടെ. 10 10ൽ നിന്ന് ഒരു 10നെ 1ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 18 ഒന്നുകളായി. 18ൽ നിന്ന് 9 പോയാൽ 9. 9 9 18. പിന്നെയോ 10ന്റെ സ്ഥാനത്ത് ഇനി എത്രയാണുള്ളത്? 9 അല്ലേ ഉള്ളത്? അതെ, 9 ആണുള്ളത്. 9ൽ നിന്ന് 2 പോയാൽ 7 ആണ്. 100ന്റെ സ്ഥാനത്തോ? 100ന്റെ സ്ഥാനത്ത് ഇനി 4 ഉണ്ടോ? ഇല്ല. അവിടെ 3 ആണുള്ളത്. 3ൽ നിന്ന് 3 കുറച്ചാൽ 0 ആണ്. അപ്പോൾ ഇനി എത്ര പാക്കറ്റുകളാണ് 1-ാം ക്ലാസ്സിന് നൽകാൻ ബാക്കിയുള്ളത്? 79 പാക്കറ്റുകളാണ് 1-ാം ക്ലാസ്സിന് നൽകാൻ ബാക്കിയുള്ളത്. കുഞ്ഞനുറുമ്പ് ശേഖരിച്ച 686 നെന്മണികളിൽ 247 എണ്ണം കുഞ്ഞനണ്ണാനും 265 എണ്ണം സുന്ദരി തത്തയ്ക്കും നൽകി. കുഞ്ഞനുറുമ്പിന്റെ ശേഖരത്തിൽ ഇപ്പോൾ എത്ര നെന്മണികൾ ഉണ്ട്? കുഞ്ഞനുറുമ്പിന് എത്ര നെന്മണിയാണ് ഉണ്ടായിരുന്നത്? 686 ആണല്ലേ? അതിൽ ആർക്കൊക്കെയാണ് കൊടുത്തത്? കുഞ്ഞനണ്ണാനും സുന്ദരി തത്തയ്ക്കും കൊടുത്തു. എത്ര വീതമാണ് കൊടുത്തത്? 247 എണ്ണം കുഞ്ഞനണ്ണാനും 265 എണ്ണം സുന്ദരി തത്തയ്ക്കും നൽകി. കുഞ്ഞനണ്ണാനും സുന്ദരി തത്തയ്ക്കും കൂടി ആകെ എത്ര നൽകി? 247 കൂട്ടണം 265. കൂട്ടി നോക്കൂ. എത്രയാണ് ഉത്തരം കിട്ടിയത്? 247 കൂട്ടണം 265. 7 5 12 ആണ്. 2 എന്നെഴുതി. പിന്നെ 1 എവിടെ എഴുതണം? 10ന്റെ സ്ഥാനത്ത് എഴുതണം അല്ലേ? 4ന് മുകളിലായി എഴുതണം. 6 4 10 ആണ്. 10ന്റെ കൂടെ 1 കൂടി കൂട്ടുമ്പോൾ 11. 11ന് 1 എന്ന് താഴെ എഴുതി. വീണ്ടും 1 എവിടെ എഴുതണം? 100ന്റെ സ്ഥാനത്ത് എഴുതണം. ഇനിയോ 2ഉം 2ഉം 4. 1 കൂടി കൂട്ടുമ്പോൾ 5. 512 എന്ന് ഉത്തരം കിട്ടി. കുഞ്ഞനുറുമ്പ് 2 പേർക്കുമായി, കുഞ്ഞനണ്ണാനും സുന്ദരി തത്തയ്ക്കുമായി നൽകിയത് 512 നെന്മണികളാണ്. ഇനി ബാക്കി എത്രയുണ്ടാവും? ആകെ ഉള്ളതിൽ നിന്ന് 512 കുറയ്ക്കണ്ടേ? വേണം. കുറയ്ക്കണം. 686 കുറയ്ക്കണം 512. എത്രയാണ്? കുറച്ചു നോക്കൂ. 6ൽ നിന്ന് 2 പോയാൽ 4 ആണ്. 8ൽ നിന്ന് 1 പോയാലോ? 7 ആണ്. 6ൽ നിന്ന് 5 പോയാലോ? 1 ആണ്.
എത്രയാണ് ഉത്തരം കിട്ടിയത്? 174. കുഞ്ഞനുറുമ്പിന്റെ കൈവശം 174 നെന്മണികളാണ് ഇപ്പോഴുള്ളത്. ഉച്ചഭക്ഷണം. എല്ലാ ദിവസവും സമ്പുഷ്ടമായ ഉച്ചഭക്ഷണമാണ് അമ്മുവിന്റെ സ്കൂളിൽ നൽകുന്നത്. 5 ദിവസത്തേക്ക് 391 കിലോ അരിയാണ് വേണ്ടത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ 158 കിലോ അരി ബാക്കിയുണ്ട്. എങ്കിൽ 3 ദിവസവും കൂടി എത്ര കിലോ അരി ഉപയോഗിച്ചു? 5 ദിവസത്തേക്ക് എത്ര കിലോ അരിയാണ് വേണ്ടത്? 391 ആണല്ലേ. 3 ദിവസം കഴിഞ്ഞപ്പോൾ എത്രയാണ് ബാക്കിയുള്ളത്? 158 ആണ്. എങ്കിൽ 3 ദിവസവും കൂടി എത്ര കിലോ അരി ഉപയോഗിച്ചു എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? 391 കുറയ്ക്കണം 158. 5 ദിവസത്തേക്ക് വേണ്ടത് 391 കിലോ അരിയല്ലേ? അതെ. 3 ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് 158 ആണ്. അപ്പോൾ ഉപയോഗിച്ച അരി അതിൻ്റെ അളവറിയണമെങ്കിൽ 391 നിന്ന് 158 കുറയ്ക്കുക. കുറച്ച് നോക്കൂ. 1 നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴെന്താ ചെയ്യുക? 10ന്റെ സ്ഥാനത്തുനിന്ന് പോയിട്ട് ഒരു 10നെ എടുത്ത് കൊണ്ടുവരും. അപ്പോൾ 11 എന്നായി. 11 ഒന്നുകളായി അല്ലേ? 11ൽ നിന്ന് 8 കുറയ്ക്കാമല്ലോ. കുറയ്ക്കാം. 8 3 11. 3 എന്നെഴുതി. ഇനി എന്താണ്? 10ന്റെ സ്ഥാനത്ത് 9 ഉണ്ടോ? ഇല്ല. 8 ആണുള്ളത്. 8ൽ നിന്ന് 5 പോയാൽ 3 ആണ്. 100ന്റെ സ്ഥാനത്ത് 3 ആണുള്ളത്. 3ൽ നിന്ന് 1 കുറച്ചാൽ 2 ആണ്. എത്രയാ ഉത്തരം കിട്ടിയത്? 233 ആണ്. 3 ദിവസവും കൂടി 233 കിലോ അരിയാണ് ഉപയോഗിച്ചത്. പാൽ വിതരണം. ഇന്ന് ആകെ ലഭിച്ചത് 536 ലിറ്റർ പാലാണ്. സ്കൂളുകളിൽ കൊടുത്തതിൻ്റെ ബാക്കി ഇപ്പോൾ 286 ലിറ്റർ പാലുണ്ട്. സ്കൂളുകളിലേക്ക് എത്ര ലിറ്റർ പാലാണ് നൽകിയത്? എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ കിട്ടിയ പാൽ എത്രയാണ്? 536 ലിറ്റർ ആണ്. സ്കൂളിൽ കൊടുത്തതിൻ്റെ ബാക്കിയാണ് 286. അപ്പോഴെത്രയാ കൊടുത്തതെന്ന് എങ്ങനെയാ അറിയുന്നേ? 536 കുറയ്ക്കണം 286. കുറച്ച് നോക്കൂ. 6ൽ നിന്ന് 6 കുറച്ചാൽ 0 ആണ്. 3ൽ നിന്ന് 8 കുറയ്ക്കാൻ സാധിക്കില്ല. 100ന്റെ സ്ഥാനത്ത് 5 ആണ്. 5ൽ നിന്ന് ഒരു 100നെ കടമെടുത്തു. അപ്പോഴോ 13 10 അല്ലേ? 13 10ൽ നിന്ന് 8 കുറയ്ക്കാമല്ലോ. 13ൽ നിന്ന് 8 കുറച്ചാൽ 5 ആണ്. 8ഉം 5ഉമാണ് 13. ഇനിയോ 4ൽ നിന്ന് 2 കുറയ്ക്കുക. 2. 250 എന്ന് ഉത്തരം കിട്ടും. 250 ലിറ്റർ പാലാണ് സ്കൂളുകളിലേക്ക് നൽകിയത്. പഴക്കടയിലെ ആപ്പിൾ കൂടയിൽ രാവിലെ 325 ആപ്പിളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 98 എണ്ണം ബാക്കിയുണ്ടെങ്കിൽ എത്ര എണ്ണം വിറ്റു? എത്രയായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ? 325 ആപ്പിളാണ്. ഇപ്പോൾ ബാക്കിയുള്ളതോ 98 ആണ്. അപ്പോൾ എത്ര എണ്ണം വിറ്റു? 325 കുറയ്ക്കണം 98. കൂട്ടുകാർ കുറച്ച് നോക്കൂ. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക്